Get set chat. Get set chat. Welcome to a very special episode of Malabar Gold and Diamond Get Set Chat powered by Kamalari, presented by Onme Food Waste Disposal. ഇന്നത്തെ ദിവസത്തിന് കുറച്ച് വെരിയും കുറച്ച് സ്പെഷ്യാലിറ്റിയും കൂടുതലുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ യെസ് ഓഫ് കോഴ്സ്. കാരണം ഇന്നത്തെ ഗസ്റ്റ് ഇസ് എ വെരി സ്പെഷ്യൽ പേഴ്സൺ. ഇദ്ദേഹം ഒത്തിരി പ്രത്യേകതകളുള്ള ഒരു നടനാണ് എന്ന് മാത്രമല്ല, ഇദ്ദേഹത്തിന്റെ മുന്നിൽ നമ്മൾ എല്ലാവരും തലകുനിച്ച് നിന്ന് മാത്രമേ സംസാരിക്കുകയുള്ളൂ. സോ ലെറ്റ് മീ വെൽക്കം ദാറ്റ് വണ്ടർഫുൾ പേഴ്സൺ ഓവർ ഹിയർ. നമ്മൾ എല്ലാവരും സ്നേഹപൂർവ്വം ഗിന്നസ് പക്രു എന്ന് വിളിക്കുന്ന അജയ് കുമാർ. Get set chat. Get set chat. Get set chat. വെൽക്കം ടു ഗെറ്റ് സെറ്റ് ചാറ്റ് അജയ് ചേട്ടാ. നമസ്കാരം. നമസ്കാരം. ഞാൻ ആദ്യം തന്നെ ഒരു കോംപ്ലിമെന്റ് തന്ന് തുടങ്ങാം. യൂഷ്വലി ഞാൻ ഇപ്പം അജയൻ ചേട്ടൻ വരുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ ഇന്റർവ്യൂ ഒക്കെ ഇരുന്ന് കണ്ടു, ഞാൻ അജയൻ ചേട്ടൻ്റെ സിനിമകളൊക്കെ ഇങ്ങനെ ഓടിച്ചിരുന്ന് കണ്ടു. അങ്ങനെയൊക്കെ കണ്ടു കഴിഞ്ഞ് ഞാൻ ഇന്നിപ്പോൾ ഡയറക്റ്റായിട്ട് അജയൻ ചേട്ടനെ കണ്ടപ്പോൾ കുറച്ച് കൂടുതൽ സുന്ദരനായിരിക്കുന്നു. മറ്റേ ഈ സ്റ്റബിൾസ് ഒക്കെ വെച്ചോണ്ട് സാധാരണ ക്ലീൻ ഷേവിലാണ് ഞാൻ മിക്കവാറും കണ്ടിട്ടുള്ളത്. ഇന്ന് കുറച്ച് സ്റ്റൈലായിട്ടൊക്കെ ഉണ്ട്. ഒരു ബോളിവുഡ് ലക്ഷണമുണ്ട്. ബോളിവുഡിലോട്ട് പോകുന്നുണ്ടോ? ബോളിവുഡിലേക്ക് പോകാനുള്ളൊരു ആഗ്രഹമുണ്ട്. ബോളിവുഡിലേക്ക് ഒരു ചെറിയൊരു കയറെറിഞ്ഞു തന്നിട്ടുണ്ട്. ഇനിയിപ്പോ അതിലൊന്ന് പിടിച്ച് അതേ നമ്മുടെ ഒന്ന് കയറണം. ശരിക്കും സീരിയസ് ആയിട്ട്? അല്ല, അതിലൊരു ശ്രമമൊക്കെ ഉണ്ട്. അതിപ്പോ അനൗൺസ് ചെയ്യാറായിട്ടില്ല, അതുകൊണ്ട് അതൊരു സ്വകാര്യമായിട്ട് അങ്ങനെ നിൽക്കട്ടെ. സത്യമായിട്ട് എനിക്ക് അറിയത്തില്ലായിരുന്നു. ഞാൻ ആ ലുക്ക് കണ്ട് ഞാൻ ഒന്ന് ഊഹിച്ചതാണ്. അതാണ് ഒരു ബോളിവുഡ് ഒരു ബോളിവുഡ് ലുക്ക് മുഖത്ത് കാണുന്നത്. അപ്പൊ അജയൻ ചേട്ടാ, എൻ്റെ ഒരു ആഗ്രഹമുണ്ട്. അജയൻ ചേട്ടൻ ഒരു കാഥികനാണ് എന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു കേട്ടോ. ഞാൻ ആദ്യം പറഞ്ഞതിലേക്ക് ഒന്ന് കണക്ട് ചെയ്യണം. അതായത് സാധാരണ എന്നെ കാണുമ്പോൾ ഞാൻ വിചാരിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ടി വി പ്രോഗ്രാംസ് കണ്ടിട്ടുണ്ട്, സിനിമകൾ കണ്ടിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പ്രതീക്ഷിച്ചൊരു ചോദ്യം, ചേട്ടനെ ടി വി കാണുന്നതിനേക്കാളും ചെറുതാണെന്നാണ് പറയാൻ വരുമെന്ന്. പക്ഷെ ഇതല്ല. ആദ്യം തന്നെ ഞാൻ കുറച്ച് സുന്ദരനായിരിക്കുന്നു എന്ന് പറഞ്ഞതോടുകൂടി ഞാൻ കടപ്പെട്ടവനായിരിക്കും. ഞാൻ ഒരിക്കലും അങ്ങനെ പറയത്തില്ല. എന്താണെന്നറിയോ, പൊതുവെ കുറച്ച് ചെറുതാണ് എന്നുള്ളൊരു ഫീലിംഗ് ഉള്ള ഒരാളാണ് ഞാൻ. അപ്പൊ പിന്നെ ഞാൻ അങ്ങനെ പറയില്ല. ഇപ്പൊ മനസ്സിലായല്ലോ ഇത് ചെറുതാണെങ്കിൽ അപ്പൊ ഇതെന്തായിരിക്കും. അല്ല, അത് മാത്രല്ല, സാധാരണ പലരും പറയാറുണ്ട് ഇപ്പോ അല്പം, അതായത് ഒരു 5 അടിയിലൊക്കെ ആ റേഞ്ചൊക്കെ ഉള്ള ആൾക്കാർ 6 അടിക്കാരെ കാണുമ്പോൾ ഒരു ചെറിയ ഒരു കോംപ്ലക്സും, അതുപോലെ തന്നെ ചിലരെങ്ങനെ അതിന്റെ ഒരു ഫീലിങ്സിലേക്ക് നടക്കും. അവരുടെ ഇടയിലേക്ക് ഞാൻ ചെന്ന് കഴിയുമ്പോഴാണ് അവരെ അമിതാഭ് ബച്ചന്മാരാ. അവരുടെ ആ ഒരു സന്തോഷം, അവരുടെ കോൺഫിഡൻസ് കൂടുക. അതുപോലെ നന്ദിനിക്ക് എന്തെങ്കിലും കോൺഫിഡൻസ് കൂടിയിട്ടുണ്ടോ എന്നെ കണ്ടപ്പോ? സത്യം പറഞ്ഞാൽ അങ്ങനെ തോന്നിയില്ല കേട്ടോ. കാരണം ചില ആൾക്കാരുടെ വലിപ്പമല്ല, എന്ന് വെച്ചാൽ ശരീരത്തിന്റെ വലിപ്പമല്ല, അവരുടെ ഒരു പേഴ്സണാലിറ്റിയുടെ വലിപ്പം ഉണ്ടല്ലോ, അതാണ് ചില വേദികളിൽ കൂടുതലായിട്ട് കാണുന്നത്. ഇപ്പം ചേട്ടന്റെ പേഴ്സണാലിറ്റിയുടെ വലിപ്പം മാത്രം എനിക്ക് കാണാൻ പറ്റുന്നത്. കാരണം ചേട്ടൻ ഇപ്പൊ ആ ഒരു ലെവലെത്തി. ഇനിയിപ്പൊ നമ്മൾ കുഞ്ഞായിട്ടൊന്നും കാണേണ്ട കാര്യമൊന്നുമില്ല. അങ്ങനെയായി. പിന്നെ വീണ്ടും കടപ്പെട്ടിരിക്കുന്നു. ഞാൻ ആക്ച്വലി ഈ സ്കൂളിൽ വെച്ച് അസംബ്ലിയിലൊക്കെ നിൽക്കുമ്പോഴത്തേക്ക് ഞാൻ ബാക്കിലിരിക്കുന്ന കൊച്ചിനോട് വഴക്കുക. എപ്പോഴും ഞാൻ ആ ഫ്രണ്ടിൽ നിൽക്കുന്നത്. ഞാൻ വഴക്കും, എനിക്ക് കുറച്ച് നീളം കൂടുതലുണ്ട്, കുറച്ചൊന്ന് ഫ്രണ്ടിൽ നിൽക്കും. ഒരിക്കലും സമ്മതിച്ചിട്ടില്ല. എന്താണെങ്കിലും അജയൻ ചേട്ടാ, സോ നമ്മൾ എവിടെയായിരുന്നു? നമ്മൾ ബോളിവുഡ് കടന്ന് ഞാൻ എന്തോ കാഥികൻ. അപ്പോൾ ചേട്ടൻ കാഥികനാണെന്നുള്ള കാര്യം എനിക്ക് വളരെ റീസെൻ്റ്ലിയാണ് ഞാനത് അറിഞ്ഞത്. അപ്പോൾ എൻ്റെ ഒരു ആഗ്രഹമുണ്ട്, നമ്മുടെ ഇന്നത്തെ ഈ പരിപാടി നമുക്കൊരു കഥാപ്രസംഗ രൂപത്തിൽ ആരംഭിക്കാം. കഥയുടെ പേര് ഗെറ്റ് സെറ്റ് ചാറ്റ്. ഇല്ല, ചേട്ടൻ പറയണം. നമുക്ക് തുടങ്ങാം. ഞാൻ കഥ പറയണം. ജസ്റ്റ് ആ ഫസ്റ്റ് ഇൻട്രോ മാത്രം പറഞ്ഞാൽ മതി. കഥയുടെ പേര് ഗെറ്റ് സെറ്റ് ചാറ്റ്. നായിക സുന്ദരിയായ, എൻ്റെ പേര് മറന്നുപോയില്ലല്ലോ അല്ലേ? നന്ദിനി. ഓക്കെ. അപ്പൊ ചേട്ടൻ തുടങ്ങിക്കോ. കഥയുടെ പേര് അല്ലേ? കലാസ്നേഹികളായ ഗുരുജനങ്ങളെ, സഹോദരി സഹോദരന്മാരെ, ഞാൻ എൻ്റെ കഥാപ്രസംഗത്തിലേക്ക് കടക്കട്ടെ. ഞാൻ ഇന്നിവിടെ അവതരിപ്പിക്കുന്ന കഥയാണ്. എന്തായിരുന്നു പേരെന്തായിരുന്നു? പറയാൻ പറ്റുന്ന കഥാപ്രസംഗത്തിന്റെ പേരുമല്ലോ എന്ന് പറയും. ഈ പ്രോഗ്രാമിന്റെ പേര് തന്നെ ഗെറ്റ് സെറ്റ് ചാറ്റ്. ഇത്രയും പറയുമ്പോ തന്നെ ഇത് പേപ്പറിൽ എഴുതി എന്നെക്കാളും നീളമുണ്ടല്ലോ.
അയ്യോ ഇതിന്റെ നീളം ഇത്രയല്ലേ, ഇത് ഞാൻ ചുരുക്കി പറഞ്ഞ ഇതിന്റെ ശരിക്കുള്ള നീളം കേൾക്കണം. മലബാർ ഗോൾഡൻ ഡയമണ്ട് ഗെറ്റ്സ് എ ചാറ്റ് പവർഡ് ബൈ കാവലാരി പ്രസന്റഡ് ബൈ ഓൺമി ഫുഡ് വേസ്റ്റ് ഡിസ്പോസൽ. ഇത്ര ഉണ്ട്. ഇത് രാത്രിയിൽ ഇങ്ങനെ വെച്ച് കേട്ട് കേട്ട് രാവിലെ എണീക്കുമ്പോൾ അലാറമായിട്ട് ഇത് തന്നെയാണോ? എങ്ങനെ ഇത് പഠിച്ചെടുത്ത്? സംഭവിച്ചു പോയി. എന്തായാലും ഗെറ്റ് സെറ്റ് ചാറ്റ് നല്ല രസമുള്ളൊരു പേരാണ്. അപ്പൊ ഇതിലിപ്പോ ഈ കഥാപ്രസംഗ രൂപേണ എന്ന് പറയുമ്പോൾ എൻ്റെ കഥയിലെ നായിക അതിസുന്ദരിയാണ്. ഞാൻ വിചാരിച്ചു സോഡ പൊട്ടിച്ചായിരിക്കും, കാരണം ചെലവിനൊക്കെ. ഓക്കെ, സുന്ദരിയാന്ന് പറയുമ്പോൾ സിമ്പിൾ അടിക്കണമല്ലോ. അവളുടെ പേര് നന്ദിനി. സാധാരണ പശുക്കുട്ടികൾക്കൊക്കെ ഇടുന്ന പേരാണ് നന്ദിനി. എങ്ങനെയാ നന്ദിനി എന്ന് പേര് വരാൻ കാര്യം? അല്ല, കാരണം സാധാരണ ഈ ഗെറ്റ് സെറ്റ് ചാറ്റ് എന്നൊക്കെ പറയുമ്പോൾ എന്തെങ്കിലും ഒരു യോയോ പോലത്തെ ഒരു സ്റ്റൈലിഷ് അങ്ങനത്തെ ഒരു ഇത് വരും. ഇതിപ്പോ എന്റെ അച്ഛനും അമ്മ അറിഞ്ഞിരുന്നില്ല ഞാൻ ഭാവിയിൽ ഗെറ്റ് സെറ്റ് ചാറ്റ് എന്ന് പറയുന്ന യോയോ പരിപാടി ചെയ്യുന്നുള്ള. ദീർഘവീക്ഷണം ഇല്ലാത്തവർന്ന് അവരെ കുറിച്ച് എന്തെങ്കിലും അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ദേഷ്യം എപ്പോഴെങ്കിലും അവരോട് തോന്നി? എനിക്ക് നമുക്ക് സ്കൂളിൽ സംസ്കാരശൂന്യരായിട്ടുള്ള ഇങ്ങനെയുള്ള പ്രോഗ്രാമുകൾ അവതരിപ്പിക്കാൻ ഭാവിയിൽ നിയോഗിക്കപ്പെടേണ്ട നന്ദിനി അങ്ങനെ സത്യമാണ്. എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട് നന്ദിനി എന്നുള്ള പേര് ഒരു അത്ര പോരാ. കാരണം ഈ വേഷമൊക്കെ ഇട്ടിട്ട് ഒരു ഗ്ലാമർ ഇല്ലാത്തൊരു പേര്. പക്ഷെ വേറെ കാര്യമുണ്ട്, എനിക്ക് ഇങ്ങനെയുള്ള മലയാളത്തിലുള്ള പേരെ ഇഷ്ടം കേട്ടോ. മതി. അപ്പൊ പിന്നെ ചേട്ടന്റെ പരിപാടിക്ക് ഇത്. എന്റെ ഭാര്യയുടെ പേര് ഗായത്രി എന്നാണ്. അപ്പൊ അജയൻ ചേട്ടനെ ഇപ്പൊ നമ്മൾ എല്ലാരും സ്നേഹത്തോടെ പക്രു എന്നാണ് വിളിക്കുന്നത്. അപ്പൊ പക്ഷെ സിനിമയിൽ വരുന്നതിന് മുമ്പ് അജയൻ ചേട്ടനെ എന്താ വിളിച്ചോണ്ടിരുന്നേ? സ്കൂളിലും കോളേജിലും ഒക്കെ എന്തെങ്കിലും എനിക്ക് പേരുണ്ടായിരുന്നു ഇഷ്ടം പോലെ. കോളേജിലേക്കൊക്കെ വന്നപ്പോ പക്രുവായി. സ്കൂളിൽ എനിക്ക് വന്നത് ഒരു 3ാം ക്ലാസ് വരെയൊക്കെ എല്ലാരും എന്നെ അജിക്കുട്ടൻ, അജയ് എന്നുള്ളത് ചുരുങ്ങി അജിയായി, അജിമോൻ അങ്ങനെയൊക്കെ ആയിരുന്നു വിളിച്ചോണ്ടിരുന്നത്. അത് കഴിഞ്ഞിട്ട് 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ആദ്യത്തെ സിനിമയിൽ അഭിനയിക്കുന്നത്. ആ സിനിമ റിലീസ് ചെയ്തു, പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ, പിന്നെ പക്രു എന്നുള്ള ഇതിൽ അങ്ങനെ അങ്ങ് കേരളം മുഴുവൻ. കാരണം ആ സമയത്ത് ഇതുപോലെ TV പരിപാടികളും അതുപോലെ റിയാലിറ്റി ഷോസ് ഒന്നുമില്ല. ആകെയുള്ള നമ്മളെ ഒന്ന് തിരിച്ചറിയിപ്പിക്കാൻ, പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾക്ക് ഒരു എന്താ പറയുക, ഒരു എക്സ്പോഷർ കിട്ടുന്ന ഒരു സംഭവം യുവജനോത്സവം തന്നെയാണ്. അപ്പോൾ സ്റ്റേറ്റ് തലത്തിലുമൊക്കെ സമ്മാനം മേടിക്കുമ്പോൾ പത്രങ്ങളിലെല്ലാം പക്രു എന്നങ്ങനെ എഴുതി വന്ന് എൻ്റെ പേര്, അതായത് എൻ്റെ അമ്മ വളരെ പ്രതീക്ഷയോടെ ഇട്ട പേരാണ് ഈ അജയ് കുമാർ. അജയ് എന്ന് പറഞ്ഞാൽ ജയിക്കാൻ, തോൽപ്പിക്കാനാവാത്തന്നൊക്കെയാണ്. അത് തന്നെ 8 നിലയിൽ പൊട്ടിപ്പോയി 4ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ. കാരണം ആ പേര് പോയിട്ട് പിന്നെ പക്രു എന്നങ്ങനെ അങ്ങായി. പിന്നെ ഞാനും വിചാരിച്ചു ഒരു സിനിമയിലെ ഒരു കഥാപാത്രത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന, പിന്നെ മാത്രമല്ല ഒരുപാട് അജയന്മാരുണ്ട്, അജിത്തുണ്ട്, അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മളെ ഒരു ഐഡന്റിറ്റിക്ക് വേണ്ടി ഒരു സിനിമയിലെ ക്യാരക്ടർ അല്ല വരുന്നത്. പിന്നെ നമ്മൾ വിചാരിക്കുന്ന പോലല്ല. കാരണം ഒരു സിനിമയിൽ അത്തരത്തിലുള്ളൊരിത് വന്നിട്ട് എല്ലാവരും അങ്ങനെ വിളിച്ച് അങ്ങ് പോയാൽ, ഏതെങ്കിലും പത്രങ്ങളിലൂടെയൊക്കെ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എത്ര ശ്രമിച്ചാലും ഉടനെയും അത് മാറൂല. അതുകൊണ്ട് ഈ നന്ദിനി എന്നുള്ള പേര് സൂക്ഷിച്ചു വെച്ചോ, മാറാതെ നോക്കിക്കോ. എന്റെ അനുഭവം വെച്ച് ഞാൻ പറയുക. ശരി, ഞാൻ സൂക്ഷിച്ചു വെച്ചോളൂ. ഞാൻ സൂക്ഷിച്ചു വെക്കുന്നതായിരിക്കും. ഇപ്പൊ അജയൻ ചേട്ടനെ അജയ എന്ന് വിളിക്കുന്ന ആൾക്കാർ കുറവാണോ? അല്ല, അജയ എന്ന് വിളിക്കുന്ന ആളുകൾ ഒരുപാട്. കാരണം എന്നെ അറിയുന്നവരൊക്കെ എന്നോട് കുറച്ചുകൂടി, ചില ആൾക്കാർക്ക് ഇപ്പൊ ഈ പക്രു എന്ന് വിളിക്കുന്നൊന്നും അങ്ങനെ ഇഷ്ടമല്ല. എന്ന് വെച്ചാൽ എന്തോ ഒരു അങ്ങനെയൊന്നും വേണ്ട, അത് അതിന്റെ ഒഫീഷ്യൽ നെയിമായിട്ട്. സത്യം പറഞ്ഞാൽ ഞാനിപ്പം ചേട്ടന്റെ മുമ്പിൽ ഇരുന്ന് സംസാരിക്കുമ്പം എനിക്കും അങ്ങനെ വിളിക്കാൻ തോന്നുന്നില്ല കേട്ടോ. ഞാൻ ഇതിനു മുമ്പ് ഇന്നാരാ ഇന്റർവ്യൂ, ഞാൻ ഉണ്ട് പകരു. പക്ഷെ ഇവിടെ വന്നിട്ട് അത് മാറ്റി പറഞ്ഞു, ഗിന്നസ് പക്രു എന്ന് പറയണം. ഒന്നുകൂടെ പറ. ഗിന്നസ് പക്രു ഒന്നുകൂടെ പറ. ഗിന്നസ് പക്രു അല്ല, ഇന്നാരാ അത് തൊട്ട് പറ. ഇന്നാരാണ്, ശരി, ഇന്നാരാണ് ഇന്റർവ്യൂ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഞാൻ പറയും ഗിന്നസ് പക്രു. പക്ഷെ ഇവിടെ വന്നിരുന്ന് കഴിഞ്ഞപ്പം എനിക്ക് അങ്ങനെ വിളിക്കാനായിട്ട് തോന്നുന്നില്ല കേട്ടോ, സത്യമായിട്ടും. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വ്യക്തി പ്രഭാവം എന്നൊക്കെ പറയത്തില്ലേ, നേരത്തെ പേഴ്സണാലിറ്റി, അതാണോ ഉദ്ദേശിക്കുന്നത്? എന്റെ ദൈവം, കടപ്പാട്. നമുക്കൊരു കാര്യം ചെയ്യാം, ഏറ്റവും അവസാനം ഒരു 5 മിനിറ്റ് ഞാൻ കടപ്പാടിന് വേണ്ടി മാത്രമായിട്ട് മാറ്റി വെക്കുന്നതായിരിക്കും, ചേട്ടന് വേണ്ടി സ്പെഷ്യലായിട്ട്. വീട് എവിടെയാ? എന്റെയോ? തിരുവല്ല. ചേട്ടന്റെ വീട് ആ സൈഡിലൊക്കെ തന്നെയാണോ? കടപ്പാട് തന്നില്ലെന്നുണ്ടാ വരാമല്ലോ. വീട്ടിൽ വന്ന് കടപ്പാട് വരാം, നോ പ്രോബ്ലം. ഞാൻ വീട്ടിലെ അഡ്രസ് തന്നിട്ട് പോവാം. ചേട്ടൻ ഇപ്പം യൂത്ത് ഫെസ്റ്റിവലിന്റെ കാര്യമൊക്കെ പറഞ്ഞു. അപ്പൊ യൂത്ത് ഫെസ്റ്റിവലിൽ കൂടിയാണ് ചേട്ടൻ വളർന്ന് വലിയൊരു കലാകാരനായി മാറിയത്. വളർന്നില്ലല്ലോ, കയ്യിന്ന് പോണ്ട, സാരില്ല. മീശമാധവൻ എന്ന സിനിമയിൽ പറയുന്നുണ്ട്, ഞാൻ ഭയങ്കര ദേഷ്യത്തിൽ പറഞ്ഞു, ഞാനിവിടെ ജനിച്ചു വളർന്നവനാ എന്നൊക്കെ പറയുമ്പോൾ, നീ ജനിച്ചു എന്ന് പറഞ്ഞു, പക്ഷെ നീ വളർന്നു എന്ന് പറയുന്ന പറഞ്ഞ പോലെ സ്ഥിരമായിട്ട് എനിക്കും കിട്ടുന്ന ഡയലോഗ്. പക്ഷെ ഞാനൊരു കാര്യം പറയാം നന്ദിനി, വേറൊന്നുമല്ല, എൻ്റെ ഒരു വളർച്ച ഞാൻ കാണുന്നത് എൻ്റെ പ്രേക്ഷകരുടെ മനസ്സിലാണ്.
പിന്നെ ശരിയല്ലേ? ഉറപ്പായിട്ടും. അപ്പോൾ അതൊരു വലിയൊരു ഭാഗ്യമായിട്ട് കരുതുക. കാരണം എന്നെ പോലെ ഒരുപാട് ആളുകൾ, കഴിവുള്ളവർ, ഹൈറ്റ് കുറഞ്ഞ ആൾക്കാർ. ഇപ്പോൾ ഈ അത്ഭുത ദ്വീപ് എന്ന് പറയുന്ന സിനിമയിൽ തന്നെ എനിക്ക് ഒരുപാട് പേരെ അറിയാം. തനിക്കറിയാമോ 360ഓളം ഹൈറ്റ് കുറഞ്ഞ ആൾക്കാർ ആ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. അന്ന് ആദ്യമായിട്ടായിരിക്കും ഇത്രയും ആൾക്കാർ, ഇത്രയും പേരെ ഒരുപോലെ കാണുന്നത്. അയ്യോ, അതൊരു ഭയങ്കര അനുഭവം തന്നെയാണ്. കാരണം ഇത്രയും ആളുകളെ, കാരണം ഞാൻ ഇതിനു മുമ്പ് 4-5 പേരെ കണ്ടിട്ടുള്ളൂ ഒന്നിച്ച്, സർക്കസിലും അതുപോലെ തന്നെ അല്ലാതുള്ള പരിപാടികളിലൊക്കെ കണ്ടത്. പക്ഷെ ഇത് ഞെട്ടിച്ച് കളഞ്ഞു. ഇത്രയും ആളുകളെ വേറൊരു ലോകത്ത് നമ്മൾ നിൽക്കുന്ന പോലെയായിരുന്നു ആദ്യത്തെ ഒരു ഫീല്. കാരണം എല്ലാവരും നമ്മളെപ്പോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മുഖത്തോട്ട് മുഖം നോക്കിയൊക്കെ സംസാരിക്കുക. ചില ആൾക്കാരൊക്കെ താഴേക്കൊക്കെ നോക്കി, അവരൊക്കെ കുറച്ച് ഹൈറ്റ്, കുറച്ച് പൊക്കം കൂടിയ ആൾക്കാർ എൻ്റെ അടുത്ത് ഞാൻ ചെല്ലുമ്പോൾ, ഞാനും സാജൻ സാഗരയൊക്കെയാണ് അതിനകത്ത് ഏറ്റവും ചെറിയ ചോട്ടാകള്. അപ്പോൾ അവർ താഴോട്ടൊക്കെ നോക്കി അവർ അമിതാഭ് ബച്ചന്മാരാവുന്നു. അങ്ങനെ ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒരു വലിയൊരു സന്തോഷമാണ്. ഇപ്പം അത്ഭുത ദ്വീപിനകത്ത് ഇത്രയും കുഞ്ഞു കുഞ്ഞു മനുഷ്യർ ഒരുമിച്ച് വരുമ്പോഴത്തേക്കും അവിടെ ഈ സെറ്റിലുള്ള ആൾക്കാർ തന്നെ ഒരുപാട് ക്രമീകരണങ്ങൾ നടത്തിയിട്ടുണ്ടാവുമല്ലോ. ഇപ്പൊ ക്രമീകരണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര രസമാണ്. കാരണം ഈ 360 പേരും ഒരു ബസ്സിലാണ് വരുന്നത്. അത് തന്നെ, അതായത് സംസ്ഥാന സമ്മേളനത്തിന് ഒരു ബസ് മതി. കാരണം അത്രയും ആൾക്കാർ ബസ്സിൽ നിന്ന് ഇത് ഇറങ്ങുമ്പോൾ മോട്ടോ പൊട്ടി ഉറുമ്പുകൾ വരുന്നത് പോലെ. അപ്പോൾ ഇതൊക്കെ കാണാൻ കുറേ ആൾക്കാർ, വലിയ ആൾക്കാർ വന്ന് നിൽക്കും, മേക്കപ്പ് ചെയ്യാനായിട്ടൊക്കെ പോകുന്നത്. അതുപോലെ തന്നെ ഫുഡിൻ്റെത്, അതുപോലെ എല്ലാവർക്കും കുഞ്ഞു കുഞ്ഞു സ്റ്റൂൾസ് ഒക്കെ ഇട്ട് ഫുള്ള് അങ്ങനെ സെറ്റ് അങ്ങനെയൊന്നുമില്ല. നമുക്ക് അങ്ങനെ ഫുൾ സ്റ്റൂൾ ഇടാൻ നോക്കിയാൽ 360 സ്റ്റൂൾ എവിടെ നിന്ന് കിട്ടും? അത് നടക്കൂല. സ്റ്റൂളിന്റെ പരിപാടിയൊന്നുമല്ല. എല്ലാവരും വലിയ ആൾക്കാർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. അതായത് വലിയ കസേര, ബെഡ്, അതൊക്കെ തന്നെ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്നും, ഈ ഇത്തരം സൗകര്യങ്ങളൊന്നും എല്ലാവർക്കും കൊണ്ടു നടക്കാനൊന്നും പറ്റില്ല. പിന്നെ അസൗകര്യമുള്ള ആൾക്കാരെ മറ്റുള്ളവർ സഹായിക്കും. അങ്ങനെയാണ് ചെയ്യുന്നത്. ഈവൻ കോസ്റ്റ്യൂംസ് നല്ല രസമായിരിക്കും. കുട്ടി 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 ഒത്തിരി കോസ്റ്റ്യൂംസ്, ഒത്തിരി മറ്റേ രാജാപ്പാട്ട് കോസ്റ്റ്യൂംസ് ഒക്കെ രസമാണ്. പക്ഷെ ഓരോരുത്തരുടെ കണ്ടുപിടിക്കാനാ പാട്. കാരണം ഒരു കോസ്റ്റ്യൂമിനകത്ത് വേറൊരു കോസ്റ്റ്യൂം പോയാൽ പിന്നെ കിട്ടത്തില്ല. അപ്പോൾ ഭയങ്കര ടെൻഷനാണ്. അപ്പോൾ ഈ ചെറിയ സംഭവങ്ങൾ കൈകാര്യം ചെയ്യുന്നതാണ് ഏറ്റവും പ്രയാസം. വലുതാണെങ്കിൽ കൈകാര്യം ചെയ്യാൻ എളുപ്പം. പക്ഷെ ചെറുതെന്ന് പറയുന്നത് അമൂല്യമാണ്. അത് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യാം. അതെ. ഞാൻ ആക്ച്വലി ഇപ്പം അജയൻ ചേട്ടനെ കാണുന്നതിന് മുമ്പ് ഞാനൊരു കോമഡി ഷോ ചെയ്തിരുന്നു. അപ്പൊ അവിടെ വെച്ച് ഞാൻ ഒരു കുട്ടി പയ്യനെ കണ്ടു. ആ പയ്യൻ ഞാൻ വിചാരിച്ചൊരു 4 വയസ്സ് 5 വയസ്സ് കാണും. എന്നിട്ട് അവൻ ഭയങ്കര ഫോണിലൊക്കെ ഇരുന്ന് വളരെ സീരിയസ് ആയിട്ട് കുത്തുന്നു, സംസാരിക്കുന്നു. ഇത്രയും കുഞ്ഞി പയ്യന്റെ ജാടുണ്ടോന്നൊക്കെ ഞാൻ. അത് കഴിഞ്ഞ് പാവം ഞാൻ അവനോട് സംസാരിച്ചപ്പോഴാണ് അവൻ ബികോമിനോ BA-ക്കോ പഠിക്കുകയാണ്. അവൻ എന്ന് വെച്ചാൽ നല്ല പ്രായമുള്ള ഒരു പയ്യനാണ്, നല്ല സുന്ദരൻ. അവൻ എന്നോട് പറഞ്ഞായിരുന്നു, ഞാൻ ആ പ്രോഗ്രാമിന്റെ ആങ്കർ അതിന്റെ പേര് നന്ദിനി, ആ കുട്ടിയെ വളയ്ക്കാൻ ഞാൻ നോക്കി എന്ന് പറഞ്ഞായിരുന്നു. അതിനെയാണോ എടുത്ത് മടിയിൽ വെച്ചത്? അതിൽ ഞാൻ മടിയില് വെച്ചില്ല. അല്ല, കാരണം 4ാം ക്ലാസ്സിൽ പഠിക്കുന്നതെന്നൊക്കെ അയ്യോ എന്നൊക്കെ പറഞ്ഞ് പുന്നാരിച്ചപ്പോ 21 വയസ്സായെന്ന് പറഞ്ഞപ്പോ പെട്ടെന്ന് താഴെ നിർത്തിയത്. ഇല്ല, അങ്ങനെ സംഭവിച്ചില്ല. ഞാൻ ചെയ്തേനെ. പക്ഷെ പെട്ടെന്ന് എനിക്ക് മനസ്സിലായി. ഇതുപോലെ അജയൻ ചേട്ടൻ ഏതെങ്കിലും സമയത്ത് അയ്യോ കൊച്ചു കുഞ്ഞാന്ന് വിചാരിച്ച് ആരെങ്കിലും സംസാരിച്ചിട്ടുണ്ടോ? പിന്നെ ഇഷ്ടം പോലെ. എനിക്കിപ്പോൾ ഞാൻ ഒരു പ്രായം വരെ, കാരണം 21 വയസ്സെന്നൊക്കെ പറയുമ്പോഴും എനിക്ക് അത്രയും മുഖത്ത് തോന്നൂല. ഇപ്പോഴാണ് ഇങ്ങനെ താടി മീശയൊക്കെ ആയി, കുറച്ച് ഗൗരവം, കല്യാണം കഴിച്ചു കുട്ടിയായി എന്നൊക്കെ ഉള്ളതുകൊണ്ടാണ് നമ്മളൊക്കെ ഇങ്ങനെ അകത്തിയൊക്കെ ഇരുത്തിയിരിക്കുന്നത്. നേരത്തെ ആയിരുന്നുണ്ട് നന്ദിനി ഇവിടെ ഇരുന്നേനെ, നമ്മളിങ്ങനെയൊക്കെ വർത്താനൊക്കെ പറയും. പക്ഷെ അന്നെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ലല്ലോ. അപ്പോൾ അന്നെന്ന് പറയുമ്പോൾ ഞാൻ ഏറ്റവും കുഞ്ഞാണ്. അപ്പോൾ എന്നോട് എല്ലാവർക്കും വാത്സല്യ. അപ്പോൾ ഒരുപാട് പേര് എന്നെ എടുത്തുകൊണ്ട് നടക്കുക, എടുക്കാനായിട്ട് മത്സരിക്കുക. മലയാള സിനിമയിലെ തന്നെ 8 നായികമാർ ഒരു പ്രോഗ്രാമിന് വന്നിട്ട് 8 പേരും മാറി മാറി എന്നെ എടുത്തുകൊണ്ട് നടന്നിട്ടുണ്ട്. അങ്ങനെയൊക്കെയുള്ള ഭാഗ്യം വേറൊരു നടനും കിട്ടിയിട്ടുണ്ട്. പക്ഷെ അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവരെല്ലാം എന്നെ താഴെ നിർത്തി. അത് മാത്രമല്ല, അവരിപ്പോഴും ആലോചിക്കുന്നുണ്ട്, ഓ ഈ അപകടമാണോ ഞങ്ങളൊന്ന് എടുത്തുകൊണ്ട് നടന്ന് എന്ന് ചോദിച്ചിട്ടുണ്ട്. അല്ല, കാരണം അത് കഴിഞ്ഞ് ഒരു 2-3 വർഷം കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞ് കൊച്ചുമൊക്കെ അല്ലേ. ഓ, അന്നപ്പോ അവർക്ക് അറിയത്തില്ലായിരുന്നു അജയൻ ചേട്ടൻ ഇത്രയും പ്രായം ഉണ്ടെന്നുള്ള കാര്യം? ഇല്ല, അറിയത്തില്ല എന്ന് മാത്രമല്ല, ഞാൻ ഭയങ്കര കുട്ടിയായിട്ട് അങ്ങ് അഭിനയിക്കുമല്ലേ. നമ്മളെ വാത്സല്യാണെങ്കിൽ നമ്മൾ പിന്നെ അതിന്റെ കൂടെ അങ്ങ് പോകും. ഞാൻ അതിൽ നിന്ന് മാറി നിൽക്കാൻ ശ്രമിക്കത്തില്ല. അവർ എൻജോയ് ചെയ്തോട്ടെ എന്ന് വിചാരിക്കും. ഓക്കെ, അപ്പൊ അജയൻ ചേട്ടാ യൂത്ത് ഫെസ്റ്റിവലുണ്ട്. അപ്പൊ യൂത്ത് ഫെസ്റ്റിവലിലാണ് അജയൻ ചേട്ടൻ നേരത്തെ മറ്റേ കലാപരമായി വികസിച്ചത്. ഞാൻ ഇനി എന്റെ വാക്കുകൾ വളരെ സൂക്ഷിച്ചേ ഞാൻ ഉപയോഗിക്കും. ധൈര്യമായിട്ട് പറഞ്ഞു. ഓക്കെ, അപ്പൊ ചേട്ടൻ കഥാപ്രസംഗത്തിൽ നിന്നാണ് തുടങ്ങിയതെന്നറിയാം. പക്ഷെ ചേട്ടന്റെ ഒരു രൂപവും ഭാവവും ആ ഒരു
സ്മാർട്ട്നെസ്സും ഒക്കെ കണ്ടിട്ട് ഈ വേറെ ഉറപ്പായിട്ടും വേറെ കലാപരിപാടികളിലും ഭാഗമായിട്ടുണ്ടായിരുന്നായിരിക്കും. ഉണ്ടാകും. കാരണം കഥാപ്രസംഗം എന്ന് പറയുമ്പോഴത്തേക്കിനും ആ സമയത്ത് ഞാൻ 4ാം ക്ലാസ് 5ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോഴാണ്. ഒരു 6ലേക്ക് ആയപ്പോഴേക്കും ഞാൻ പ്രൊഫഷണലായിട്ട് കഥ പറയാൻ തുടങ്ങി. സാംബശിവൻ സാർ